നമ്മൾ ഇന്നൊരു പ്രോബ്ലം ആണ് ചെയ്യണത്. ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 3xyi മൈനസ് വൈ സ്ക്വയർ ജെ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട് എക്സാമിന്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റാം. വേർ സി is the curve in the xy plane, y is equal to 2x square from 0 0 to 1 2. അതായത് ഈ പ്രോബ്ലം രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് പാരാമെട്രിക് ഇക്വേഷൻ ആക്കി ചെയ്യാം, പിന്നെ ഒന്ന് നമ്മളെ കാർട്ടീഷ്യൻ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ തരത്തിൽ എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. ലൈൻ ഇൻ്റഗ്രൽ വെച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു പർട്ടിക്കുലർ ഇക്വേഷനാണ്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക? അതായത് ആദ്യം നമ്മൾ നോക്കണം പാരാമെട്രിക് ഇക്വേഷനിൽ, അത് ടി എന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഇത് ഏതിലാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. ദർഫോർ സെഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഹിയർ ആർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. സെഡ് 0 എന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടാവില്ല? എക്സ് ഐയും വൈ ജെയും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വെച്ചാൽ ഡി ആർ ഇസ് ഈക്വൽ ടു എന്താ വരും? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഇത്രയും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ എക്സ് വൈ പ്ലെയിനിലാണ്, അതായത് സെഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എപ്പോഴും ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഡി ആർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഓക്കെ, ഇനി ഇത്രയും ക്ലിയർ ആണ്. ഇനി ഇവിടെ നോക്കേണ്ടത് നമുക്ക് തന്ന വാല്യൂസ് നോക്കണം. ഇവിടെ നമുക്ക് സിയുടെ വില നമുക്ക് കണ്ടുപിടിക്കണം. സി നമുക്ക് തന്നുള്ളത് എന്താണ്? വൈ ഇസ് ഈക്വൽ ടു 2x². അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? ടി എന്ന് കൊടുക്കുക. അതായത് ഇവിടെ വേരിയബിൾ എക്സ് എന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ എന്നത് ഡിപെൻഡൻറ്റ് വേരിയബിളാണ് അല്ലേ. വൈ എന്നത് എക്സിൻ്റെ വിലയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എക്സിന് ടി എന്ന് കൊടുത്തു. ഇപ്പോൾ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 × t² അല്ലേ. എക്സിന് ടി കൊടുത്തു, വൈ എന്താണ്? 2t² ആണ്. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് തന്നുള്ള പോയിന്റ് ഏതാ? ഇതിന് ലിമിറ്റ് കൂടി കിട്ടണം. 0 0 1 ഏത് വരെ എത്തുന്നുണ്ട്? 1 2 വരെ. അതായത് ഇത് എക്സും ഇത് വൈയും ആണ്. സോ എക്സ് വാരീസ് ഫ്രം, എക്സ് ഏത് മുതലാണ്? എക്സ് എന്നത് 0 മുതൽ 1 വരെയാണ് അല്ലേ. നമുക്ക് എക്സ് ഇക്വൽ ടു ടി ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 ≤ t ≤ 1. സിൻസ് കാരണം എന്തുകൊണ്ടാ? എക്സ് ഈക്വൽ ടു ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. തന്ന ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യുക? എക്സിന് ടി കൊടുക്കുക. ഇപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 2t² എന്ന് കിട്ടും. ഇനി നമുക്ക് അവിടെ ആവശ്യം എന്താണ്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വേണം. അപ്പോൾ എക്സ് ഏത് മുതൽ ഏത് വരെ വേരി ചെയ്യുന്നുണ്ട്? എക്സ് ഏത് മുതൽ ഏത് വരെയാണ്? 0 മുതൽ 1 വരെ. എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ടി തന്നെയാണ്. ദർഫോർ ടി വാരീസ് ഫ്രം 0 to 1. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഗിവൺ സി ഇസ് എ കർവ് ഇൻ എക്സ് വൈ പ്ലെയിൻ, വൈ ഇസ് ഈക്വൽ ടു 2x² ഫ്രം 0 0 to 1 2. ദെൻ സെഡ് ഇസ് ഈക്വൽ ടു 0. കാരണം എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പോൾ സെഡിന് എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. ലെറ്റ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി. എക്സ് നമ്മൾ എന്ത് കൊടുത്തു? ടി എന്ന് കൊടുത്തു. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ആണ്. വൈ എന്ന് പറഞ്ഞാൽ 2t². ആൻഡ് ദ കർവ് പാസസ് ത്രൂ 0 0 വെൻ ടി ഇസ് ഈക്വൽ ടു 0. ടി 0 ആകുമ്പോഴാണ് 0 0 എന്നുള്ള പോയിന്റിലൂടെ കടന്നു പോവുക. വെൻ ടി ഇസ് ഈക്വൽ ടു 1, ടിക്ക് 1 കൊടുത്താൽ എക്സ് എന്താവും? 1 ആവും. വൈ എന്നുള്ളത് എന്തുണ്ടാവും? വൈ എന്ന് പറഞ്ഞാൽ 2t² ആണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? വൈ ഇസ് ഈക്വൽ ടു 2 × 1², ദാറ്റ് ഇസ് 2. ഓക്കെ, സോ വെൻ ടി ഇസ് ഈക്വൽ ടു 1, x equal to 1 and y equal to 2, therefore passes through the point 1 2. Hence the parametric equation r is equal to xi plus yj plus zk. Z 0 ആണ്. അപ്പോൾ zk വേണ്ട. is equal to x of ti plus y of tj plus z of tk. z of tk 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ti plus 2t²j where 0 less than or equal to t less than or equal to 1. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ പാരാമെട്രിക് ഇക്വേഷൻ എത്തി. എക്സ് ടി വൈ t². ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു ടി ആണ്. പിന്നെ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? 2t² ആണ്. അങ്ങനെ വെച്ചാൽ ഡി എക്സ് എന്താ വരിക? ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ആൻഡ് ഡി വൈ ഇസ് ഈക്വൽ ടു
2 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t, ദാറ്റ് ഇസ് 4t dt. ഒരു dt കൂടി അല്ലേ, 4t dt. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ dt, dy എന്ന് പറഞ്ഞാൽ 4t dt. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഇൻ്റഗ്രേഷനിൽ കൊടുക്കുക. ദർഫോർ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ എഫിൻ്റെ വില ഇവിടെ എഴുതി. എഫ് എന്താണ്, 3xy I മൈനസ് വൈ സ്ക്വയർ ജെ ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ, ആർ എന്ന് പറഞ്ഞാൽ xi പ്ലസ് വൈ ജെ. Therefore dr is equal to dxi plus dyj എന്ന് വരും. സെഡ് ഇല്ലാത്തതുകൊണ്ടാണ്, സെഡ് ഉണ്ടെങ്കിൽ സെഡിൻ്റെ ടൈം കൂടി ഉണ്ടാവും. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ കിട്ടുക, ഈ കമ്പോണൻ്റ് ഇൻറ്റു അല്ലേ, ഇതിൽ ഫസ്റ്റ് കമ്പോണൻറ്റ്, ഇതിൽ ഫസ്റ്റ് കമ്പോണൻറ്റ്. അപ്പോൾ എന്തുണ്ടാവും, 3xy dx. പിന്നെ ഐ ഉണ്ടാവില്ല, പിന്നെ പ്ലസും മൈനസും മൈനസ്. ഇനി ഇതിൽ സെക്കൻഡ് ടേം ഇനി ഇതിൽ സെക്കൻഡ് ടേം. അപ്പോൾ എന്തുണ്ടാവും, വൈ സ്ക്വയർ ഡി വൈ. ഇതാണ് നമ്മളെ ഇൻ്റഗ്രൽ ഓവർ സി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്ത് ചെയ്യുക, എക്സ് കാണുന്നിടത്ത് ടി എന്ന് കൊടുക്കുക, വൈ കാണുന്നിടത്ത് എന്ത് കൊടുക്കുക, 2t സ്ക്വയർ എന്ന് കൊടുക്കുക, ഡി എക്സ് കാണുന്നിടത്ത് ഡി ടി കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. So we get integral over c 3xy dx minus y square dy is equal to integral over 0 to 1. t ഏതാ 0 മുതൽ 1 വരെയാണ്. 3 ഇൻറ്റു എക്സ് കാണുന്നിടത്ത് ടി, വൈ കാണുന്നിടത്ത് 2t സ്ക്വയർ ഇൻറ്റു ഡി എക്സിന് പകരം ഡി ടി, ഇത് ആദ്യത്തെ ടേം, മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 2t സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ 4t dt. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വി ഗെറ്റ് ദാറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് ഇറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇതെന്തുണ്ടാവുക, 3 ഇൻറ്റു 2 6 ടി ക്യൂബ് ഡി ടി മൈനസ് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, 4t raised to 4 into 4t dt is equal to integral 0 to 1 6t cube dt minus 4 4 16 t raised to 5 dt. അത്ര കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന് ഇൻ്റഗ്രേഷൻ വരുമ്പോൾ വി ഗെറ്റ് ഇൻ്റഗ്രൽ 6 ഇൻറ്റു ടി ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു 4/4 0 to 1 മൈനസ് 16 ഇൻറ്റു ടി റേസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു 6/6 0 to 1. ഒന്നായിട്ട് ലിമിറ്റ് കൊടുത്താലും മതി. അപ്പോൾ 6 ഇൻറ്റു 1/4 മൈനസ് 0 മൈനസ് 16 ഇൻറ്റു 1/6 മൈനസ് 0. സോ വി ഗെറ്റ് 6. സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ടേം ക്യാൻസൽ ചെയ്ത് പോവും. സോ വി ഗെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 1/4 6 ഇൻറ്റു 1/4 മൈനസ് 16 ഇൻറ്റു 1/6. സോ ദ ആൻസർ ഇതെന്താ, ഇത് വെട്ടിപ്പോവും, 3/2 എന്നാവും. ഇത് വെട്ടിപ്പോയാൽ 8/3 എന്ന് വരും. So we get 3/2 minus 8/3. Cross multiply by we get the answer minus 7/6. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. എന്ത് ചെയ്തു, എക്സിന് ടി കൊടുത്തു, വൈക്ക് എക്സ് കാണുന്നിടത്ത് ടി കൊടുത്താൽ നമുക്ക് 2t സ്ക്വയർ എന്ന് കിട്ടും. എക്സ് വാല്യൂസ് ഫ്രം 0 to 1, അപ്പോൾ വൈ ടി വാല്യൂസ് ഫ്രം 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി ഇതിന് വേറൊരു മെത്തേഡാണ്, നമ്മൾ എന്ത് ചെയ്യുക, ടി കൊടുക്കുന്നില്ല, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് സെഡ് എന്താണ്, എക്സ് വൈ പ്ലെയിനിലാണ് തന്നിട്ടുണ്ട്, അപ്പോൾ സെഡ് 0 ആണ്. ആർ എന്ന് പറഞ്ഞാൽ xi പ്ലസ് വൈ ജെ ആണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റു സെഡ് ഡി സെഡ് കൂടി ഉണ്ട്, സെഡ് കെ ഉണ്ട്, സെഡ് കെ ഉണ്ട്, പക്ഷേ സെഡ് 0 ആയതുകൊണ്ട് ആ ടേം 0 ആയിപ്പോയി. അപ്പോൾ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, y ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ. എക്സ് കാണുന്നത് എക്സ് തന്നെ എഴുതുക, വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1
0 ലെസ് ദാൻ y ലെസ് ദാൻ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫിൻ്റെ വില ഇവിടെ കൊടുത്തു, ദാറ്റ് ഈസ് 3xyi മൈനസ് വൈ സ്ക്വയർ ജെ ഡോട്ട് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വി ഗെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി 3xy ഡി എക്സ് മൈനസ് വൈ സ്ക്വയർ ഡി വൈ. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തിരുന്നു, അതിൽ എക്സ് കാണുന്നിടത്ത് ടി, വൈ കാണുന്നിടത്ത് ടി സ്ക്വയർ ഒക്കെ കൊടുത്തിരുന്നു. ഇവിടെ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇത് ഇവിടെ ഡി എക്സ് അല്ലേ വരുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, വൈയുടെ വില കൊടുക്കാം 3 എന്താണ് 2x സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. വൈയുടെ ടേം ഇതിനകത്ത് വൈ മാത്രം, ഡി വൈ കാണുന്നിടത്ത് വൈ മാത്രം ആക്കുക, ഡി എക്സ് കാണുന്നിടത്ത് എക്സ് മാത്രം ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി 3x ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ എന്താ 2x സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ആദ്യ ടൈമിൽ എക്സ് മാത്രമല്ലേ ഉള്ളൂ, മൈനസ് വൈ സ്ക്വയർ ഡി വൈ, ഇവിടെ എന്താ ഉള്ളൂ, വൈ മാത്രമേ ഉള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി 6 അല്ലേ, ഇവിടെ എന്താ ഉണ്ടാവും 3 × 2 6 ആവും, എക്സ് ക്യൂബ് 6x ക്യൂബ് ഡി എക്സ് മൈനസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് കിട്ടും. വാല്യൂ കൊടുക്കുക. ഇൻ്റഗ്രൽ എക്സ് ഏത് മുതൽ ഏതുവരെ വേരി ചെയ്യണം, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 to 1 6x ക്യൂബ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ വൈ ഇസ് ഈക്വൽ ടു വൈ ഏത് മുതല 0 to 2 വൈ സ്ക്വയർ ഡി വൈ. ഓക്കെ, ഇവിടെ എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് അങ്ങനെ കിട്ടും. 0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4/4 മൈനസ് വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ ക്യൂബ് ബൈ 3. ഇവിടെ നമുക്ക് ലിമിറ്റ് 0 to 1, ഇവിടെ ലിമിറ്റ് 0 to 2. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു അങ്ങനെ കിട്ടി. അതാണ് നമുക്ക് കിട്ടിയത്. വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1 കൊടുക്കുമ്പോൾ എന്തുണ്ടാവും 1/4, 0 കൊടുക്കുമ്പോൾ 0, 1/4 മൈനസ് 0 മൈനസ് 2 കൊടുക്കുമ്പോൾ എന്തുണ്ടാവും 2 ക്യൂബ് ബൈ 3 മൈനസ് 0/3. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ വി ഗെറ്റ് 6/4 മൈനസ് 8/3. 6/4 എന്ന് പറഞ്ഞാൽ എന്താണ് 3/2. സോ വി ഗെറ്റ് 3/2 മൈനസ് 8/3 ദാറ്റ് ഈസ് മൈനസ് 7/6. അപ്പോൾ ഇതും അതേ ആൻസറാണ്. രണ്ട് മെത്തേഡിൽ ചെയ്തു. ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു, എക്സിനെയും വൈനെയും ടിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻ്റഗ്രലിൽ ഡി എക്സ് വരണോടത്ത് എക്സ് മാത്രം, ഡി വൈ വരണോടത്ത് വൈ മാത്രം ചെയ്തു. ഓക്കെ, ഇതാണ് രണ്ട് മെത്തേഡ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യാണ്. if f is equal to 3x square plus 6yi minus 14yzj plus 20xz square k, evaluate integral over c f dot dr from 0, 0, 0 to 1, 1, 1 along the path x equal to t, y is equal to 2t square, z is equal to q. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരിട്ടിട്ട് ഇതെന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സ് കാണുന്നിടത്ത് ടി കൊടുക്കുക, വൈ കാണുന്നത് ടി സ്ക്വയർ, സെഡ് കാണുന്നത് ടി ക്യൂബ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഡി എക്സ് എന്താ വരിക, ദർഫോർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഡി ടി. ഡി വൈ ഇസ് ഈക്വൽ ടു 2t ഡി ടി. ഡി സെഡ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 3t സ്ക്വയർ ഡി ടി. ഡി ടി ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി മാത്രം വരും, ഡി വൈ എന്ന് പറഞ്ഞാൽ 2t ഡി ടി ഉണ്ടാവും, ഡി സെഡ് എന്ന് പറഞ്ഞാൽ 3t സ്ക്വയർ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്താ തന്നിട്ടുണ്ട്, ഡി ആർ, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അപ്പോൾ ഡി ആർ എന്ത് വരും, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് ആറ് കിട്ടിയിട്ടുണ്ട്. ആറ് എന്താണ്, എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ജി പ്ലസ് സെഡ് ഓഫ് ടി കെ ആണ്. എക്സ് പറഞ്ഞാൽ ടി ഐ, എക്സ് പറഞ്ഞാൽ ടി,
വൈ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ സെഡ് ഈക്വൽ ടി ക്യൂബ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് തന്നുള്ള പോയിന്റ് ഏത് മുതലാണ് 0 0 0 നിന്ന് 1 1 1ലേക്ക് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. അപ്പോൾ എക്സ് ഏത് മുതൽ ഏത് വരെ വരെയാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1. നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ടി ആണ്. അപ്പോൾ അതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു 1. അതാണ് ടിയുടെ വില 0ക്കും 1നും ഇടയ്ക്കാന്ന് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മൾ കണ്ടുപിടിച്ചാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എഫിൻ്റെ വില കൊടുത്തു, എഫിൻ്റെ വില ഇൻറ്റു ഡി ആർ കാരണം ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ. എന്ത് ചെയ്യാം, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാറുണ്ടാൽ ഇതിലെ ഐയുടെ ടേം ഇൻറ്റു ഇതിലെ ഐയുടെ ടേം അല്ലേ, ഇതിലെ ഐയുടെ ടേം ഇൻറ്റു ഇതിലെ ഐയുടെ ടേം. അപ്പോൾ എന്തുണ്ടാവും 3x² പ്ലസ് 6x 6y ഇൻറ്റു ഡി എക്സ് മൈനസ് ഇതിലെ വൈയുടെ ജെയുടെ ടേം ഇൻറ്റു ഇതിലെ ജെയുടെ ടേം. അപ്പോൾ മൈനസ് 14yz ഇൻറ്റു ഡി വൈ. ഇതിലെ സെറ്റിൻ്റെ ടേം കെയുടെ ടേം ഇതിലെ കെയുടെ ടേം മൾട്ടിപ്ലൈ അങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി 3 ഇൻറ്റു എക്സ്, എക്സ് കാണോടത്തൊക്കെ ടി കൊടുക്കുക, അപ്പോൾ ടി സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു വൈ കാണോടത്ത് എന്ത് കൊടുക്കുക, ടി സ്ക്വയർ അല്ലേ, വൈ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്, ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡി ടി മൈനസ് 14 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്താണ് ടി സ്ക്വയർ ഇൻറ്റു സെഡിൻ്റെ സ്ഥാനത്ത് ടി ക്യൂബ് ഡി വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, വാട്ട് ഇസ് ഡി വൈ, ഡി വൈ എന്ന് പറഞ്ഞാൽ 2 ഡി ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2t ഡി ടി പ്ലസ് 20 എക്സ് കാണോടത്ത് ടി 20 ഇൻറ്റു ടി ഇൻറ്റു സെഡ് സ്ക്വയർ, സെഡ് എന്ന് പറഞ്ഞാൽ ടി ക്യൂബ്, സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് സ്ക്വയർ ഇൻറ്റു ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും 3t സ്ക്വയർ ഡി ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വി ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക, ആദ്യത്തെ ടേമിൽ സോൾവ് ചെയ്യണേ, ഇൻ്റഗ്രൽ 0 to 1 3t സ്ക്വയർ പ്ലസ് 6t സ്ക്വയർ വരും അല്ലേ. അപ്പോൾ എന്താണ് 3t സ്ക്വയർ പ്ലസ് 6t സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 9t സ്ക്വയർ. ആദ്യത്തെ ടേമിൽ നമുക്ക് എന്ത് കിട്ടി, 9t സ്ക്വയർ എന്ന് കിട്ടും ഈ ടേമിൽ. ഇൻ്റഗ്രൽ 0 to 1 9t സ്ക്വയർ ഡി ടി മൈനസ് ഇതെന്തുണ്ടാവും 14 ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു 14 ഇൻറ്റു 2 ഉണ്ട് അല്ലേ, 14 ഇൻറ്റു ഇൻറ്റു ടി സ്ക്വയർ ടി ക്യൂബ് ഇൻറ്റു ടി, അപ്പോൾ ടി റേസ് ടു 6 വരും, ടി റേസ് ടു 6. അപ്പോൾ ഇതെന്താവും 28 ആവും, 28 ടി റേസ് ടു 6. അപ്പോൾ ഈ ടേമായി. ഇനി അടുത്ത ടേമിൽ എന്തുണ്ടാവും 20 ഇൻറ്റു 3 ദാറ്റ് ഇസ് 60 ടി ക്യൂബിലെ സ്ക്വയർ ടി റേസ് ടു 6 ആയി. അപ്പോൾ ടി റേസ് ടു 7 ടി റേസ് ടു 9. അപ്പോൾ ഈ ടേം കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 മൈനസ് 28 ഇൻറ്റു ടി റേസ് ടു 7 ബൈ 7 പ്ലസ് 60 ഇൻറ്റു ടി റേസ് ടു 10 ബൈ 10. ഇത്രയും കിട്ടി. ലിമിറ്റ് ഏതാണ് 0 to 1. അപ്പോൾ ഇവിടെ 3 കട്ട് ചെയ്ത് പോകും, അപ്പോൾ 3t ക്യൂബ് എന്നാവും. ഇനി ഇവിടെ 28 ചെയ്യുമ്പോൾ 4 ആവും അല്ലേ, 7 ആകുമ്പോൾ 4t റേസ് ടു 7, അടുത്ത് 10ഉം 16ഉം കിട്ടുമ്പോൾ 6 ആവും, 6t റേസ് ടു 10. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിക്ക് 1 കൊടുക്കുമ്പോൾ വി ഗെറ്റ് 3t ക്യൂബ് മൈനസ് ടിക്ക് 1 കൊടുക്കുമ്പോൾ 3 മൈനസ് 4 പ്ലസ് 6 എന്ന് കിട്ടും. 0 കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തം 0 ആയി പോകും. സോ വി ഗെറ്റ് 3 മൈനസ് 4 പ്ലസ് 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 5. ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ 2 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്ത് ചെയ്യുക, ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.